ജ്യോത്സ്യരെ, ഈ ജ്യോതിഷം എന്ന് വരുന്ന സമയത്ത് ഈ ജ്യോതിഷം പലതരത്തിലുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ ഭാരതീയ ആചാരപ്രകാരം നമ്മള് ഈ ജാതകം വെച്ച്, പ്രശ്നം വെച്ച്, കവടി വെച്ചെല്ലാം ജ്യോതിഷം നോക്കുന്നു. അത് മാത്രമല്ല, ഈ 12 ഹൗസുകൾ, രാശികളെല്ലാം വെച്ചിട്ടാണ് ജ്യോതിഷം നോക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഇതുണ്ട്, കൈരേഖാശാസ്ത്രം ഉണ്ട്. അതേമാതിരി ഈ തമ്പ് വെച്ച് നോക്കുന്ന ഈ നാഡീ ജ്യോത്സ്യമുണ്ട്, പക്ഷിശാസ്ത്രം ഉണ്ട്. എന്ന് തന്നെയല്ല, ഓരോ രാജ്യത്തിനും ഓരോ ജ്യോതിഷം എന്ന രീതിയിൽ ചൈനീസ് ജ്യോതിഷം, അറബി ജ്യോതിഷം, പിന്നെ ഷെങ്ഫ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജ്യോതിഷങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ രാജ്യത്തിനായിട്ട് ഓരോ ജ്യോതിഷം അങ്ങനെ വരുമോ? അത് അപ്പൊ ഇതില് ഈ ജ്യോതിഷങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായ ജ്യോതിഷം ഏതാണെന്നാണ് ജ്യോത്സ്യരുടെ അഭിപ്രായം? എല്ലാ ജ്യോതിഷങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും സത്യം തന്നെയാണ്. പക്ഷെ അതിൽ കവിഞ്ഞിട്ട് കുറെ കൂടുതൽ കേരളീയ ഭാരതീയ ജ്യോതിശാസ്ത്രത്തെ കുറെ കൂടുതൽ വിശ്വാസ്യത അർപ്പിക്കുന്നു. കേരളത്തിലുള്ളവരായി കഴിഞ്ഞാലും അന്യദേശത്തുള്ളവരായി കഴിഞ്ഞാലും ഗൾഫ് നാടുകളിലായി കഴിഞ്ഞാലും അമേരിക്കയിലായി കഴിഞ്ഞാലും ലണ്ടനിലായി കഴിഞ്ഞാലും കുറെ കൂടുതൽ മലയാളികളും അന്യദേശത്തുള്ളവരും, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് വരെ ഇവിടെ വന്ന് ജ്യോതിഷം പഠിക്കുകയും ജ്യോതിഷങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കൂടുതൽ ഭാരതീയ ജ്യോതിഷത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പല ദേശത്തുള്ള ആളുകൾ ഇവിടെ വരികയും പഠിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ തന്നെ പ്രമുഖന്മാരായിട്ടുള്ള ജ്യോതിഷന്മാരും പണ്ഡിതന്മാരൊക്കെ അന്യദേശങ്ങളിലും അന്യ രാജ്യങ്ങളിലും പോയിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ കുറെ കൂടുതൽ വിശ്വാസ്യത ഭാരതീയ ജ്യോതിഷത്തിൽ തന്നെയാണെന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോ ഭാരതീയ ആചാരപ്രകാരമുള്ള ജ്യോതിഷം, അതായത് ഈ ജാതകം, പ്രശ്നം, കവിടിയെല്ലാം വെച്ച് നോക്കുന്ന ജ്യോതിഷം അല്ലാത്ത ജ്യോതിഷങ്ങളെല്ലാം അത്ര വിശ്വസിക്കത്തക്കതല്ല എന്നാണോ ജ്യോത്സ്യർ പറയുന്നത്? അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ജ്യോതിഷം, ശാസ്ത്രം എല്ലാം സത്യങ്ങൾ തന്നെയാണ്. ആ സത്യമുള്ളത് കൊണ്ടാണല്ലോ ഈ ശാസ്ത്രങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ കുറെ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന വിഷയം ജാതകം, പ്രശ്നം, പൊരുത്തം, കവടി എന്നുള്ള വിഷയങ്ങളാണ് കുറെ കൂടുതൽ ഇന്ന് പ്രബലമായിട്ട് പുറത്ത് കാണുന്നത് എന്നുള്ളതെങ്കിലും മറ്റുള്ളവരെല്ലാവരും അതിനെ ഒരു ക്ഷേത്ര ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കൈരേഖാശാസ്ത്രം അല്ലെങ്കിൽ പക്ഷിശാസ്ത്രം എന്നുള്ള വിഷയം. ഒരു കുടുംബകാര്യത്തിന് വേണ്ടിയിട്ട് സാധാരണ ആരും പക്ഷിശാസ്ത്രമോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു സാധാരണ ഷെയ്ങ് ജ്യോതിഷമോ അല്ലെങ്കിൽ അറബി ജ്യോതിഷമോ ആരും പ്രത്യേകിച്ച് ഒരു കുടുംബ പ്രശ്നത്തിനോ മറ്റുള്ള കാര്യത്തിനോ ഉപയോഗിക്കുന്നതായിട്ട് കാണാറില്ല. പിന്നീട് അത് ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോകുമ്പോൾ നമുക്കത് സാധാരണ ഉപയോഗിക്കുന്നില്ലാതെ ഒരു കുടുംബ പ്രശ്നം അറിയാൻ വേണ്ടി പോകുമ്പോൾ അതൊരു സാധാരണ ഒരു അറബി ജ്യോതിഷം വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. പക്ഷെ സാധാരണ ഈ കവടി ഭാരതീയ ശാസ്ത്ര ജ്യോതിഷം പൊതുവെ കൂടുതൽ എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ, കുടുംബ പ്രശ്നം വെക്കാനോ, ദേവപ്രശ്നം വെക്കാനോ, ദേവന്റെ ഹിതങ്ങൾ അറിയാനോ, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കുറെ കൂടുതൽ പ്രബലമായിട്ട് ഇന്നിപ്പം കേരളത്തിലല്ല, കേരളത്തിന്റെ പുറം നാടുകളിലും കുറെ കൂടുതലും ഇത് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന് കുറെ കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെല്ലാവരും സാധാരണ നാഡീ ജ്യോതിഷം, അറബി ജ്യോതിഷം, മറ്റുള്ളതെല്ലാം ഓരോ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സംഖ്യാ ജ്യോതിഷം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും പോകുന്നു. അതൊന്നും സത്യം തന്നെയാണ്. സത്യമല്ലാത്ത സാധനം ഇന്നിപ്പോൾ നിലനിൽക്കൂലല്ലോ. അപ്പോ നമ്മുടെ ഭാരതീയ ജ്യോതിഷം പോലെ തന്നെ ഈ കൈരേഖാശാസ്ത്രവും പിന്നെ നാഡീ ജ്യോത്സ്യവും പക്ഷിശാസ്ത്രവും അങ്ങനെയുള്ള ജ്യോതിഷങ്ങളെല്ലാം തന്നെ സത്യം തന്നെയാണെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. എനിക്ക് ഈയിടെയുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം. ഞാനും എന്റെ സുഹൃത്തും കൂടി പോകുന്ന സമയത്ത് വഴിയോരത്ത് നിന്ന് ഒരു പക്ഷിശാസ്ത്രജ്ഞൻ വളരെ താല്പര്യപൂർവ്വം ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, ഒന്ന് നോക്കിക്കളയാം, പക്ഷിശാസ്ത്രം അതും സത്യമാണല്ലോ. അപ്പൊ ജ്യോത്സ്യർ പറഞ്ഞതുമാതിരി തന്നെ പറഞ്ഞു, അതും വിശ്വസിക്കത്തക്ക തന്നെ ആയിരിക്കും, നമുക്കൊന്ന് നോക്കിക്കളയാന്ന് പറഞ്ഞു. അങ്ങനെ ആ പക്ഷിശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയി ആദ്യം ഞാൻ തന്നെ നോക്കുന്നതായിട്ട് തീരുമാനിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ ഈ പൂർത്തിയാവാത്ത ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രാർത്ഥനാപൂർവം മനസ്സിലങ്ങ് വിചാരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ട് പിന്നെ തത്തയെ കൊണ്ട് ഒരു ചീട്ടെടുപ്പിച്ചിട്ട് നോക്കിയ സമയത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ചിത്രമാണ് അതിലുണ്ടായിരുന്നത്. അദ്ദേഹം അത്ഭുത പരതന്ത്രനായിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വളരെ ശുഭലക്ഷണമാണ്, നിങ്ങൾ വിചാരിച്ച കാര്യം എന്തു തന്നെയായിരുന്നാലും അത് 15 ദിവസത്തിനകം നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും, അതായത് 100% തീർച്ചയായിട്ടും നടന്നിരിക്കുന്നു പറഞ്ഞു. നിങ്ങൾ മനസ്സിൽ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ആ പക്ഷിശാസ്ത്രജ്ഞൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിംബിൾഡൺ ടെന്നീസ് ചാമ്പ്യൻ സെറീന വില്യംസിന് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം മനസ്സിൽ ആലോചിച്ചത് 15 ദിവസത്തിന് നടക്കുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയുന്നല്ലോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം അങ്ങ് സ്തംഭിച്ചു പോയി. കാരണം അതൊരിക്കലും നടക്കൂല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും ആലോചിക്കുമോന്ന്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആർക്കെങ്കിലും വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ജ്യോത്സ്യർ പറഞ്ഞല്ലോ, പക്ഷിശാസ്ത്രവും സത്യം തന്നെയാണെന്ന്. ശാസ്ത്രം സത്യം തന്നെയാണ്, പക്ഷെ നിങ്ങള് താല്പര്യപ്പെട്ട വിഷയം നടക്കൂലെന്നേ പറഞ്ഞുള്ളൂ. താല്പര്യപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ
ഷെറീന വില്യംസിനെ കല്യാണം കഴിക്കേണ്ട വിഷയം നടക്കൂല. പക്ഷേ കല്യാണം കഴിക്കേണ്ട വിഷയം നിങ്ങൾ വിചാരിച്ചത് ഉണ്ടെങ്കിൽ നടക്കുമായിരുന്നു. അല്ല, ഞാൻ മനസ്സിൽ വിചാരിച്ച സെറീന വില്യംസിനെ കല്യാണം കഴിക്കണം എന്നാണ്. പക്ഷെ അത് നടക്കണമെന്നില്ല. കല്യാണം നടക്കണം എന്നുള്ള യോഗം ഉണ്ടെങ്കിൽ നടക്കും. അല്ല, അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് എന്ത് തന്നെയായിരുന്നാലും അത് നടക്കുന്നതാണല്ലോ പറഞ്ഞത്. 100% നടക്കുന്നതാണല്ലോ പറഞ്ഞത്. പക്ഷെ ലക്ഷണം അനുസരിച്ച് പറയുന്നത് ശ്രീരാമപട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് അത് നടക്കണം എന്നുള്ളത് തന്നെയാണ്. അതെ അതെ, ശാസ്ത്രം അതിന് സത്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ വേറെ നമുക്ക് നടക്കാത്ത കാര്യങ്ങളായി പോയി എന്നുള്ളതാണ്. അശ്വതി ഭരണി കാർത്തിക കാലം മേടക്കൂറ്. മേടക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനം 2 വ്യാഴം നിൽക്കുന്നു. അതുകൊണ്ട് ദൈവാധീനം പൊതുവെ ഉണ്ട്. എന്നാലും കണ്ടക ശനി കാലം തുടങ്ങി ശനിയുടെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ശനിയുടെ മാറ്റം പൊതുവെ എല്ലാവർക്കും കുറച്ച് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. വിവാഹാദി വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാനും, അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ശാരീരികമായിട്ടുള്ള ചില വൈഷമ്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ളൊരു സമയമാണ്. വസ്തു വാഹനം ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തുവാഹനാദികൾ വാങ്ങിക്കാനും, വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ വിൽക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് പറയാം. സഹോദരങ്ങൾക്കാണെങ്കിലും സഹോദരങ്ങൾക്ക് പൊതുവെ ശത്രുക്കളായി വരുന്നൊരു സമയമായിട്ട് പറയാം. 3-ാം ഭാവാധിപതി 6-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ പൊതുവെ ഒരു ശത്രുതയോ ഒരു പെരുമാറ്റ ശൈലിയിലോ ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടുന്നൊരു സമയമാണ്. സന്താനകാരകൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. സന്താനങ്ങളായിട്ടും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളോ വാക്കാദി വിഷയങ്ങളോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സന്താനങ്ങളായിട്ടും ഒക്കെ വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ 10-ാം ഭാവാധിപതിയായിട്ടുള്ളതായ ശനി 7 നിൽക്കുന്നത് കൊണ്ട് ജോലി സംബന്ധിച്ചിട്ട് പുറത്തുപോയി അന്വേഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരിക, അല്ലെങ്കിൽ ജോലി സംബന്ധിച്ച് ദൂരെ യാത്രകൾ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം വരിക, അല്ലെങ്കിൽ അന്യദേശത്ത് പോയി താമസിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ വരാൻ ജോലി സംബന്ധിച്ചിട്ട് ഉള്ളൊരു സമയമാണ്. കാർത്തിക മുക്കാലും രോഹിണി മയ്യരത്തര ഇടവക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. എന്നാലും 7 നിൽക്കുന്ന ചൊവ്വ അത്ര ഗുണകരമല്ല, ഇല്ലത്തെ രാഹുവും അത്ര ഗുണകരമല്ല. 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നൊരു സമയമായിട്ട് പറയാം. എങ്കിലും ദൈവാധീനം ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കണ്ട് ഈ കാലഘട്ടം പൊതുവെ ഗുണകരമായിട്ട് വരും എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ഈ സർപ്പത്തിൻ്റെത് 7 നിൽക്കുന്നതും കുജനം 7 നിൽക്കുന്നത് കൊണ്ടും സർപ്പക്കാവിൽ 100 പാലും ഒക്കെ കഴിപ്പിക്കുന്നതും ശാസ്താവിന് ശിവന് ഒക്കെ നീരാഞ്ജനം കഴിപ്പിക്കുന്നതൊക്കെ പൊതുവെ ഗുണകരമായിട്ട് വരും. സന്താന പരമ്പരകൾക്ക് പൊതുവെ ഗുണകരമായിട്ട് പറയാവുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ 9-ാം ഭാവാധിപതിയായിട്ടുള്ളതായ വ്യാഴം ശനി അരുടത്തിൽ നിൽക്കുന്നതും പൊതുവെ ഭാഗ്യങ്ങൾ പൊതുവെ വന്നു ചേരുന്നൊരു സമയമായിട്ടും ഈ ഇടവക്കൂറുകാർക്ക് പൊതുവെ പറയാവുന്നതാണ്. മകീരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാലും മിഥുനക്കൂറുകാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല. വ്യാഴം 12-ൽ നിൽക്കുന്നതുകൊണ്ട് കാര്യതടസ്സങ്ങൾ പൊതുവെ ഉണ്ടാവാമെന്ന് പറയാം. വിവാഹാദി വിഷയങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ വരിക. അതുപോലെ തന്നെ അഷ്ടമാധിപത്യം വഹിച്ചിരിക്കുന്നതായ ശനി 5-ൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് പൊതുവെ ഒരു അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുക, ശാരീരികമായിട്ടുള്ള ചില അസ്വാസ്ഥ്യങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുക, ശരീരത്തിന് പൊതുവെ ക്ഷീണങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ അച്ഛനമ്മമാർക്ക് പൊതുവെ ദോഷകരമായിട്ട് 9-ാം ഭാവാധിപതിയായിട്ട് നിൽക്കുന്നതായ ശനി 5-ൽ നിൽക്കുന്നത് കൊണ്ട് അത് അവരുടെ മനസ്സിനും അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് പൊതുവെ അച്ഛനമ്മമാരുടെ ഒരു മനോവൈഷമ്യം ഉണ്ട് എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ 2-ൽ നിൽക്കുന്ന ശുക്രൻ 5-ാം ഭാവാധിപതി ശുക്രൻ ഈ വിദ്യാർത്ഥികളായിട്ട് ഇരിക്കുന്നവർക്ക് മാനസിക ക്ലേശങ്ങൾ പൊതുവെ ഉണ്ടാവും എന്നുള്ളത് പറയാവുന്നതാണ്. അതുകൊണ്ട് വിഷ്ണുവിന് പാൽപ്പായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി, തുളസിമാല എന്നുള്ളതും ഹനുമാന് വെണ്ണ ചാർത്തുക, വെറ്റിലമാല ചാർത്തുക, ഇങ്ങനെയൊക്കെ ഈ വാരം പൊതുവെ ചെയ്യുന്നത് മിഥുനക്കൂറുകാർക്ക് പൊതുവെ വ്യാഴം ഒരു 2-3 വാരമായിട്ട് അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല. അതുകൊണ്ട് വിഷ്ണു പ്രീതി വരുത്തുക, ഹനുമാൻ പ്രീതി വരുത്തുക, അതുപോലെ തന്നെ നവഗ്രഹങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുക ഒക്കെ ചെയ്യുന്നതൊക്കെ പൊതുവെ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. പുണർത്തത്തെ 4 പൂയം ആയില്യ നക്ഷത്രം കർക്കിടകക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. കർക്കിടകത്തിൽ നിൽക്കുന്ന ശുക്രൻ പൊതുവെ ഗുണകരമാണ്. അതുപോലെ തന്നെ 2-ാം ഭാവാധിപതിയായ രവി ധനത്തിന് ചില ബുദ്ധിമുട്ടുകൾ വരിക, ധനച്ചെലവുകൾ കുറേ കൂടുതലാവുക. അതുപോലെ തന്നെ 4-ാം ഭാവാധിപതിയായ ശുക്രൻ നിൽക്കുന്നുണ്ട് വസ്തുവാഹനാദികൾ വാങ്ങിക്കാനോ വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പൊതുവെ കൂടുതൽ നടക്കാവുന്ന സമയമാണ്.
അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ളതായ കുജൻ അഞ്ചിൽ നിൽക്കുകയും അതിൽ രാഹു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് മാനസിക ക്ലേശങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അതിന് പരിഹാരമായിട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായതുകൊണ്ട് അത് പൊതുവെ പരിഹരിക്കപ്പെടും എന്നുള്ളത് പറയാം. ആറാം ഭാവാധിപതിയാണ് വ്യാഴം. ഏഴാം ഭാവാധിപതിയായ ശനി വന്നിട്ട് 4 നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ നിന്നുള്ള വല്ല വിവാഹ ആലോചനകൾ വരാനോ വിവാഹാദി വിഷയങ്ങൾ നടക്കാനോ ഒക്കെയുള്ളൊരു സമയം ആണ് എന്നുള്ളതും ഈ വാരത്തെ പൊതുവെ പറയാം. ദൈവാധീനമുള്ളതുകൊണ്ട് കാര്യങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് നടന്നു പോകുന്നതാണ്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനം. അതേപോലെ തന്നെ 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അത് കർമ്മമേഖലയിൽ പൊതുവെ പുഷ്ടിപ്പെടാനും പ്രൊമോഷനുകൾ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ പൊതുവെ അഭിവൃദ്ധി നല്ല അഭിപ്രായങ്ങൾ ഒക്കെ കിട്ടുവാനും ജോലി അന്വേഷിക്കാതെ ജോലി ഇങ്ങോട്ട് തേടി വരുന്നൊരവസ്ഥയും ഒക്കെ ഈ വാരം പൊതുവെ കാണുന്നതാണ്. ഈ 4ാം ഭാവാധിപത്യം വഹിച്ചിരിക്കുന്നതായ കുജൻ 4ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് കുടുംബ സ്വത്തുക്കൾ പൊതുവെ കയ്യിൽ വന്ന് ചേരാനോ കുടുംബ സംബന്ധമായിട്ടുള്ള സ്വത്തുക്കളെ കുറിച്ചുള്ള ചില ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാവാനോ അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറേ കൂടുതൽ വന്നു ചേരാനൊക്കെ ഉള്ള ഒരു സമയമാണ് എന്ന് പറയാം. എന്നാലും കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് വരേണ്ടതുണ്ട്. ചില കള്ളങ്ങളൊക്കെ 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ചതിയിൽപ്പെടുത്താനോ ഒക്കെ ഉള്ളൊരു സമയമായിട്ടും പറയാം. അതുകൊണ്ട് ശ്രദ്ധ കുറച്ച് കൂടുതലായിട്ട് വേണം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായതുകൊണ്ട് മറ്റിൽ നിന്ന് ഈശ്വരാധീനം കൊണ്ട് നമ്മളെ പല സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ളത് പറയാം. അതുകൊണ്ട് സുബ്രഹ്മണ്യന് ഏതെങ്കിലും തരത്തിലുള്ള ഭസ്മാഭിഷേകം അങ്ങനെയുള്ള വഴിപാടുകൾ സുബ്രഹ്മണ്യ പൂജ നടത്തുന്നതും അതുപോലെ തന്നെ രാഹുവിന് നൂറുംപാലം നടത്തുന്നതൊക്കെ വളരെ ഗുണകരമായിട്ട് ഈ വാരത്തെ പറയാവുന്നതാണ്. അത്തം, ചിത്തിരത്തര, കന്നിക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനം 9ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. 2ൽ നിൽക്കുന്ന ശനി കണ്ടകശനി ആയതുകൊണ്ട് ശനിയുടെ ദോഷങ്ങൾ കുറച്ചുകൂടെ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ധനപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, മനസ്സിനെ ക്ലേശപ്പെടുത്തുന്നതായിട്ടുള്ളതായ മനോവിഷമങ്ങൾ ഉണ്ടാവുന്നതായ ചില കാര്യങ്ങൾ, അഷ്ടമാധിപത്യം വഹിച്ചിരിക്കുന്നതായ ചുവ 3ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സഹോദരങ്ങൾക്ക് പൊതുവെ ഗുണകരമല്ല എന്നുള്ളത് വിഷയം പ്രധാനമായിട്ട് പറയണം. അതേപോലെ തന്നെ 6ാം ഭാവാധിപതി 2ൽ നിൽക്കുന്നത് ശനി 2ൽ നിൽക്കുന്നതും ചില പേടികൾ അനുഭവപ്പെടുക, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ ഒരു പേടി ഉണ്ടാവുക, അങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ട് പറയാം. അതേപോലെ തന്നെ 9ാം ഭാവാധിപതിയായ ശുക്രൻ വന്ന് നിൽക്കുന്നത് 11ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമായ ചില ധന ആഗമനങ്ങൾ ഉണ്ടാവാം, ചില ഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരാം. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ വാരം പൊതുവെ പറയാൻ ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ട് ഈ വാരത്തെ പറയാവുന്നതാണ്. ചിത്തിരത്തര, ചോരി, വിശാഖത്തിൽ മുക്കാല്, തുലാക്കൂറുകാർക്ക് പൊതുവെ ജന്മത്തിൽ ശനി നിൽക്കുന്നു, 2ൽ രാഹുവും കുജനും കൂടെ നിൽക്കുന്നു. അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ പൊതുവെ ഒരു തടസ്സങ്ങൾ അനുഭവപ്പെടുകയും കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറേ ഒരു ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളോ അല്ലെങ്കിൽ ക്ഷീണങ്ങൾ അല്ലെങ്കിൽ അലസതകൾ, ദൈവാധീനക്കുറവിൻ്റെതായ ചില അപാകതകൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്ത് തീർക്കാമെന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവുക, ധനപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിലും ധനം ചെലവാക്കി ചെയ്യാനുള്ള ഒരു പേടികൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ 2ാം ഭാവത്തെ കൊണ്ട് പറയാം. അതേപോലെ തന്നെ കർമ്മസ്ഥാനാധിപത്യം വഹിച്ചിരിക്കുന്നതായ ചന്ദ്രൻ വന്ന് നിൽക്കുന്നത് ദോഷമല്ലാത്തതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. ശുക്രൻ 10ൽ നിൽക്കുന്നു, കർമ്മസ്ഥാനത്ത് പൊതുവെ പുരോഗതി ഉണ്ടാവാമെന്ന് പറയാം. വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രം, വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ജന്മത്തിൽ രാഹു നിൽക്കുന്നു, അത് കുജനും കൂടി നിൽക്കുന്നു, 7ൽ വ്യാഴം നിൽക്കും. വ്യാഴം ദൈവാധീനമുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകും എന്നുള്ളത് പറയാം. എന്നില്ലാലും നമ്മൾ ചില കള്ളങ്ങളൊക്കെ ഏത് സമയത്തും പറയേണ്ട ഒരു സ്ഥിതിവിശേഷം വരിക. അതുപോലെ 6ാം ഭാവാധിപത്യം വഹിച്ചിരുന്ന കുജൻ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളെ എല്ലാവരും പേടിപ്പെടുത്തി കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം പറയാം. അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ ശുക്രൻ നല്ലതാണ്. 7ാം ഭാവാധിപത്യം 9ൽ നിൽക്കുന്നതുകൊണ്ട് വിവാഹാദി വിഷയങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കേണ്ട ഒരു സമയമായിട്ട് പറയാം. വിവാഹാർത്ഥികൾക്കും അതേ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പ്രൊമോഷനോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിട്ട് കിട്ടും എന്നുള്ളത് പറയാം. എന്നാൽ ജന്മാധിപതിയായിട്ട് നിൽക്കുന്നതായ കുജൻ ജന്മത്തിൽ തന്നെ നിൽക്കുന്നതും അത് പൊതുവെ ഗുണകരമാണ്. എന്നാലും ചില കള്ളങ്ങളൊക്കെ നമുക്ക് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം, പല സ്ഥലങ്ങളിലും നമ്മൾ കള്ളങ്ങൾ പറഞ്ഞു നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാം. അതുകൊണ്ട് നാഗർക്ക് നൂറും പാലും അതേപോലെ തന്നെ സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം അങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യാം. 7ലത്തെ വ്യാഴം ആയതുകൊണ്ട് വ്യാഴത്തിനും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. കുറച്ചും കൂടെ പ്രബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നടക്കാനുള്ള ഒരു വാരമായിട്ട് പറയാം. അത് 11ാം ഭാവാധിപതിയായ ബുധൻ 11ൽ നിൽക്കുന്ന നില ആഗമനം, അതുപോലെ നമുക്ക് പൈസകൾ അപ്രതീക്ഷിതമായി വന്നു ചേരാവുന്ന ഒരു വാരമായിട്ടും പറയാം. 4ാം ഭാവം 12 നിൽക്കുന്നത് കൊണ്ട് ചില വസ്തുവകൾ വിൽക്കാനുള്ള യോഗവും കൂടെ ഈ വാരത്തെ പറയേണ്ടതാണ്.
മൂലം പുരാടം ഉത്രാടത്തിൽ 4 ധനുക്കൂറുകാർക്ക് 6 വ്യാഴം നിൽക്കുന്നു. ലഗ്നാധിപതി 4-ാം ഭാവാധിപതി 6-ലാണ് നിൽക്കുന്നത്. അത് പൊതുവെ അവനവന് തന്നെ ഒരു പേടി ആയിട്ട് നിൽക്കുന്നൊരു വിശേഷം ഉണ്ടാവാം. ഏത് കാര്യങ്ങൾ ചെയ്യാനും ഏത് കാര്യങ്ങൾ ഇറങ്ങാനും ഒക്കെ ഒരു പേടിയോ, അത് വസ്തുവകകൾ വാങ്ങിക്കാനായാലും വിൽക്കാനായാലും അത് വാങ്ങിച്ചാൽ നേരെയാവോ, ഇത് വിൽക്കാൻ നേരെയാവോ എന്നുള്ളൊരു പേടി ഉണ്ടാവുക, മറ്റുള്ളവരാൽ നമ്മളെ പേടിപ്പെടുത്തുക, വിവാഹാദി വിഷയങ്ങൾ നടക്കേണ്ട ഒരു വിശേഷം ഉണ്ടാവാം. എന്നിരുന്നാൽ പോലും വ്യാഴത്തിൻ്റെ തടസ്സം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മാനസികമായിട്ടൊരു സുഖം കിട്ടൂല. നമുക്ക് ഒരു വിവാഹാലോചനയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും അത് ശരിയാവോ ഇത് ശരിയാവോ എന്നുള്ളൊരു പുതിയൊരു പേടിയോ കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാവാം എന്നുള്ളതും. പക്ഷേ 10-ാം ഭാവം കൊണ്ട് നിൽക്കുമ്പോൾ 10-ാം ഭാവം 10-ൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് പൊതുവെ ജോലി സംബന്ധിച്ചിട്ട് വലിയ പേടികൾ വേണ്ട, എന്നാലും കുറച്ച് പേടിയോടുകൂടി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഈ വാരത്തെ പൊതുവെ കാണുന്നത്. അഷ്ടമാധിപത്യം വഹിച്ചിരിക്കുന്ന 6-ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നതും ശരീരത്തെ പൊതുവെ കൂടുതൽ ക്ഷീണപ്പെടുത്തുക, ബലമില്ലായ്മ വരിക, അതുപോലെ ഉറക്കം കുറേ കൂടുതലായിട്ട് വരിക, ക്ഷീണം കുറേ കൂടുതലായിട്ട് വരിക, അങ്ങനെയുള്ള വിശേഷങ്ങൾ കുറേ കൂടുതൽ വരാം. അതുകൊണ്ട് വിഷ്ണു പ്രീതി വരുന്നതും ഹനുമാൻ പ്രീതി വരുന്നതും ഒക്കെ ഈ വാരത്തെ പൊതുവെ ചെയ്യുന്നത് കുറേ കൂടുതൽ നന്നായിരിക്കും. തടത്തം മുക്കാല് തിരുവോണം അവിട്ടത്തര മകരക്കൂറുകാർക്ക് പൊതുവെ 5-ൽ വ്യാഴം നിൽക്കുന്നു. 5-ൽ വ്യാഴം നിൽക്കുന്ന പൊതുവെ ഗുണകരമാണ്. 5-ലത്തെ വ്യാഴം 5-ാം ഭാവാധിപതിയായ ഗ്രഹം 7-ൽ നിൽക്കുന്നത് കൊണ്ടും മനസ്സിന് ഇഷ്ടപ്പെട്ട വിവാഹാലോചനകളും വിവാഹങ്ങളും ഒക്കെ നടക്കാം എന്നുള്ള വിശേഷം പറയണം. ധനകാരകനായ ശനി വന്നിട്ട് 10-ൽ നിൽക്കുന്നതും അതേപോലെ തന്നെ ജോലിയിൽ നിന്ന് കുറേ കൂടുതൽ ധന ആഗമനങ്ങളും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനമൊക്കെ ഈ വാരത്തെ പൊതുവെ ഉണ്ടാവും എന്നുള്ള വിശേഷമാണ് ആദ്യം പറയാനുള്ളതും. അതേപോലെ തന്നെ പുതിയ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് ഈ വാരം. അവിടെ ചതയം പുരട്ടാതി മുക്കാല് കുംഭക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. ലഗ്നാധിപതിയായ ശനി വന്നിട്ട് 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് പൊതുവെ ഗുണകരമാണ്. ഗുണകരം എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. ധനകാരകൻ 2-ാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴം 4-ൽ പോയി നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിലേക്ക് വേണ്ട ചില ധന ആഗമനങ്ങൾ അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കുക, അതേപോലെ തന്നെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടുകൾ നടത്തുക, അത് വീട് വയ്ക്കാനുള്ള ആലോചനകൾ നടത്തുക, കുടുംബത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ നടക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറേ കൂടുതൽ നടക്കാനും. 4-ാം ഭാവാധിപതി 6-ൽ നിൽക്കുന്ന ചെറിയ ദോഷങ്ങളും കുടുംബക്കാരുമായിട്ട് ചില ആക്കതർക്കാദി വിഷയങ്ങളോ അവർ ചില ശത്രുതകളോ സമ്പാദിക്കാനുള്ള സമയമായിട്ട് പറയാം. അഷ്ടമത്തിൽ നിൽക്കുന്ന രവി ചില വയറുവേദന അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാം. 5-ാം ഭാവാധിപതി ആയിട്ടുള്ള ഗ്രഹമാണ് അഷ്ടമത്തിൽ പോകുന്ന സന്താനങ്ങൾക്ക് പൊതുവെ ഒരു ഉദര സംബന്ധമായിട്ട് ദോഷങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉദര സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. 9-ാം ഭാവത്തിൽ ശനി അത് നല്ലതാണ്. 10-ാം ഭാവാധിപതി 10-ൽ തന്നെ നിൽക്കുന്ന കർമ്മസ്ഥാനത്തും പൊതുവെ ഗുണം എന്നുള്ളത് പറയാം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ 10-ാം ഭാവത്തിലേക്ക് ഉണ്ടായതുകൊണ്ട് അപ്പോൾ അത് പൊതുവെ ഗുണകരമായ. 11-ാം ഭാവാധിപതി 4-ൽ നിൽക്കുന്ന കുടുംബത്തിൽ ധന ആഗമനങ്ങളും അതേപോലെ തന്നെ നല്ല സൽക്കർമ്മങ്ങളും, വാഹനം വാങ്ങിക്കുക, വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഇറങ്ങാനോ ഒക്കെ പൊതുവെ ഉത്സാഹങ്ങൾ കൂടുക. ധന ആഗമനങ്ങൾ കുറേ കൂടുതലായിട്ട് വരിക. കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ ചിലപ്പം നമുക്ക് ഷെയറുകൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറേ കൂടുതൽ വരാനുള്ളൊരു യോഗം ഈ വാരം പൊതുവെ കാണുന്നതാണ്. പുരട്ടാതി 4 ഉത്രട്ടാതി രേവതി നക്ഷത്രം മീനക്കൂറുകാർക്ക് 3-ലത്തെ വ്യാഴം നല്ലതല്ല. അതേപോലെ തന്നെ ലഗ്നാധിപതിയായിട്ടുള്ള വ്യാഴം 3-ൽ നിൽക്കുന്നത് 3-ൽ സഹോദരങ്ങൾക്ക് പൊതുവെ ഗുണമാണ് എങ്കിലും നമുക്ക് കാര്യ തടസ്സങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ വിദേശ യാത്ര പോകാൻ വേണ്ടി ആലോചിക്കുക, വസ്തുവകകൾ വാങ്ങിക്കാൻ വേണ്ടി ആലോചിക്കുക, ആലോചനകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ എല്ലാ തരത്തിലും നമുക്ക് ഒരു അനുകൂലമായിട്ട് ഉണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും നടന്നു കിട്ടാൻ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നാം. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാവാം. 11-ാം ഭാവാധിപതിയായിട്ടുള്ളതായ വ്യാഴം ശനി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തോന്നുക. ഉറക്കം കുറേ കൂടുതലായിട്ട് തോന്നുക, ശരീരത്തിന് ക്ഷീണം കുറേ കൂടുതലുണ്ട് എന്ന് തോന്നുക, അതേപോലെ തന്നെ ഉറക്കം എത്ര ഉറങ്ങിയാലും മതിയായില്ല എന്ന് തോന്നുക. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ അഷ്ടമത്തിലെ ശനിയും കൊണ്ട് ഉണ്ടാവാം. ശാസ്താവിന് ശിവനെയൊക്കെ നീരാഞ്ജനം കഴിപ്പിക്കാം. അതുപോലെ തന്നെ 9-ൽ നിൽക്കുന്ന കുജ 2-ാം ഭാവാധിപതി 9-ൽ നിൽക്കുന്ന ധനപരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, മാനസികപരമായിട്ട് ബുദ്ധിമുട്ടും, പക്ഷേ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറേ കൂടുതൽ അനുഭവിക്കുക. എല്ലാ യോഗങ്ങളും നമുക്കുണ്ട്, ഇപ്പോൾ എല്ലാം നടക്കും എന്നുള്ളത് തോന്നുക. വസ്തു വാങ്ങിക്കാനോ വിദേശയാത്ര പോകാനോ ഒക്കെ അതിന് ഉത്സാഹമായിട്ട് ഇറങ്ങുക. പക്ഷേ അതൊന്നും നേരെ നടക്കുന്നില്ല എന്നുള്ള വിഷയം ഈ 3-ലത്തെ വ്യാഴം കൊണ്ട് നമുക്കത്ര ഗുണകരമായിട്ട് പറഞ്ഞുകൂടാം. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൃത്യുഞ്ജയ യന്ത്രം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ശിവന് ജലധാര
അങ്ങനെ വിഷയം ശിവപ്രീതി വരുത്തി ഈ വാരം പൊതുവെ പോകുന്നത് നല്ലതായിരിക്കും. മീനക്കൂറുകാർക്ക് പൊതുവെ ശനി മാറി, കണ്ടക ശനി എന്നുള്ളത് അഷ്ടമത്തിൽ ശനി വന്നിട്ടുണ്ട്. ആ ശനി പൊതുവെ ഒരു ചില ദോഷങ്ങൾ ചെയ്യുന്നുള്ളത് തന്നെയാണ്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ചില വൈഷമ്യങ്ങൾ പൊതുവെ മീനക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പൊതുവെ ശ്രദ്ധിക്കുക. ഈശ്വരഭജനം കുറേ കൂടുതൽ, ശിവഭജനം കുറേ കൂടുതൽ ചെയ്യുന്നതും ഈ വാരം പൊതുവെ നല്ലതാണ്. പിന്നെ വാരഫലം പൊതുവെ ഒക്ടോബർ മാസം 20-ാം തീയതി വരെ ചില ഗ്രഹങ്ങൾക്ക് ബുധനും ശുക്രനും ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളതല്ലാതെ ഉണ്ട്. പൊതുവെ ഈ ഗുണഫലങ്ങൾ തന്നെയാണ് എല്ലാവരും അനുഭവിക്കാനുള്ളതും അനുഭവിക്കാൻ വേണ്ടി പോകുന്നതായ ഫലങ്ങളും. അതുകൊണ്ട് ഈ ബുധനും ശുക്രനുള്ള മാറ്റം നമുക്ക് പൊതുവെ ഒരു ഗുണകരമായിട്ടും പറഞ്ഞുകൂടാ, ദോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും നിൽക്കുമെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ശനി, രാഹു, വ്യാഴം, ശുക്രന് മാത്രമേ ചെറിയൊരു, ബുധനും മാത്രമേ ചെറിയൊരു മാറ്റമുള്ളൂ. ആ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് വലിയ ദോഷങ്ങളും സംഭവിക്കില്ല, വലിയ ഗുണങ്ങളും സംഭവിക്കും. അപ്പോൾ ഇത് കുറേ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായ ഗ്രഹങ്ങളുടെ സ്വഭാവ രീതികളൊക്കെ ഇതുവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വഴിപാടുകളും ആ ഭജനകൾ, ആ ദേവന്മാരെ പ്രീതിപ്പെടുത്തിയൊക്കെ പോകുന്നത് ഈ ഒക്ടോബർ മാസം 20-ാം തീയതി വരെ എല്ലാവരും ഒരേപോലെ ചെയ്ത് ഈശ്വരഭജനമൊക്കെ നടത്തി കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഗുണഫലങ്ങളും ആ ദോഷവശങ്ങൾക്കുള്ള കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതും പൊതുവെ എല്ലാവർക്കും ഗുണകരമായിട്ട് ആവുന്നതെന്നുള്ളത് തന്നെയാണ്.